കുട്ടിക്ക് ഇത് കണ്ടാൽ അറപ്പാകണ്ടെന്ന് കരുതിയിട്ടാ ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെട്ടുന്നത്. അതെന്താ അമ്മേ, എനിക്ക് മീൻ ഇഷ്ടമല്ലെങ്കിലും പാപ്പത്തിനിത് കഴിക്കില്ലേ? പിന്നെ ഞാൻ വേണ്ട ഉണ്ടാക്കി കൊടുക്കാം. അമ്മ പിന്നെ പഠിപ്പിക്കൂ. ഇറങ്ങി വേണ ഏഭ്യ. എന്താ ഉണ്ണിയമ്പൂരിക്ക് വേണ്ടത്? എവിടെ പാപ്പച്ചൻ? ആ ഷപ്പന്റെ കുടമല ഞാൻ എടുക്കും. മോനെ പാപ്പച്ച, വേണ്ടതിന്റെ കുടലെടുക്കാൻ ഒരാള് വന്നിരിക്കുന്നു. വേണ്ട എടാ നായേ, അരുത്. മാറ്. മനക്കിലെ പെണ്ണിനെ കട്ടുകൊണ്ടൊന്നും ഇവനെ വിടില്ല, ഞാൻ കൊല്ലും. ഞാൻ അത്രയ്ക്ക് ധൈര്യമുണ്ട് എന്റെ ഏട്ടന്. എങ്കിൽ ഇന്നത്തെ സ്വത്തുക്കൾ കയ്യേറി പിടിച്ചടക്കിയ കുടിയന്മാരുണ്ടല്ലോ നാട്ടിൽ, ആണത്തും ഉണ്ടെങ്കിൽ ആദ്യം അവരോട് ഞാൻ ചോദിക്കൂ. ഒരു നേരത്തെ കഞ്ഞിക്കെങ്കിലും വക കിട്ടും. മനക്കിലെ അന്തപുരത്തിൽ ആർക്കും വേണ്ടാതെ ഒഴിഞ്ഞിട്ട കന്യകയിൽ ഒരുത്തിയെക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അവിടുത്തെ അകത്തളത്തിൽ അടച്ചിട്ട് പട്ടിണിക്കിട്ട് കൊല്ലുന്നോ? ബാല്യം മുരടിച്ച് പൂവും കായും വിരിയാതെ ഉണങ്ങി പൂതലിച്ച് നശിക്കുന്ന കാണാനോ? അവിടുന്ന് രക്ഷപ്പെട്ടവളാണ് ഞാൻ. അതിന് അഷ്ടഗ്രഹത്തിൽ ആദ്യന്മാരിൽ ഒരുത്തനല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച പുരുഷനോട് പക വേണ്ട. മനസ്സാലെ ഇല്ലത്തെ പടിയിറങ്ങിപ്പോന്നവൾ ഞാനാണ്. അതിനെന്നെ കൊല്ലൂ, കൊല്ലു ഏട്ടാ, വെട്ടി കൊന്നോളൂ. വരൂ. ഇരിക്കൂ. ഏട്ടൻ ഇവിടെ ഉണ്ടാക്കിയ കാപ്പി കഴിക്കുവോ? ഞാൻ കൊണ്ടുവരാം മോളെ. ഇത്രയും കാലം കുടുംബം മറന്ന് നിങ്ങൾ ജീവിച്ചില്ലേ? ഇനിയെങ്കിലും ഒരു ജോലി ചെയ്യൂ, അവരെ പോറ്റാൻ. പാപ്പച്ച, അങ്ങനെ ഒരു ജോലി എനിക്കറിയില്ല. വിഷമിക്കണ്ട, നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. സരസ്വതി, ഈ കഞ്ഞി അച്ഛനുണ്ട് കൊടുക്കൂ. അമ്മ എന്നെ കൊടുത്തോളൂ. കാലത്ത് കാപ്പിയും കൊണ്ട് എന്നപ്പോ എന്നെ ആട്ടിപ്പായിച്ചതാ. കഞ്ഞി വിളമ്പിയിരിക്കുന്നു. എനിക്ക് വേണ്ട. ഇല്ലാത്തപ്പോ പട്ടിണി കിടന്നവരാ നമ്മൾ. ഇപ്പൊ വെച്ചുണ്ടാക്കിയിട്ടും എന്നോട് തർക്കിക്കണ്ട. ഇവിടെ നിന്നാതെ മുമ്പും മറ്റുള്ളവർക്ക് വിളമ്പിയിട്ടില്ല, അറിയാലോ. ഇന്നലെ മുതൽ സരസ്വതി ശ്രീദേവി ഒന്നും കഴിച്ചിട്ടില്ല. പട്ടിണി കിടന്ന് ചാകട്ടെ എല്ലാം. അല്ലാതെ തന്നെ ഇവിടെ ഉള്ളവർക്ക് നന്നേ ക്ലേശമുണ്ട് മനസ്സിൽ. സാവിത്രി ഇറക്കി വിട്ടിട്ട് നസ്രാണി കൊട്ടേച്ചിലാക്കി അവളുടെ പേര് പോലും ഇവിടെ പറയരുത്. അബ്രാഹ്മണോച്ഛിഷ്ടം ബ്രാഹ്മണ നിഷിദ്ധം. തന്റെ മകള് ചത്തു, ഒരു ദുർമരണമാണെന്ന് കൂട്ടിക്കോളൂ. എന്റെ അച്ഛന്റെ ശ്രാദ്ധം കഴിക്കാൻ വഴിയില്ലാണ്ട് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. മകളുടെ പെലയിൽ അതിന് വേണ്ടല്ലോ. അമ്മവാ, അമ്പത് എപ്പോ ഇവിടെ ഉണ്ടായിരുന്നു? കുളിക്കാൻ മറ്റോ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. അവൾ മാത്രം കൂടി ജീവി പോന്നാണല്ലോ. എടോ, മകളെയും കൂട്ടിക്കൊടുത്ത് കൃഷ്ണൻകുട്ടിയെ നാട്ടുകാർ പറയുന്നത് കേട്ടത് തെറ്റിദ്ധരിച്ചത്. വന്ന ദിവസം മുതൽ കേട്ടു തുടങ്ങിയതാ. പറ, അവൾ എവിടേക്കാ പോയത്? മോനെ, അമ്മാവ് സുഖമില്ലാതിരിക്കുന്നു. അവൾ എവിടേക്കാ പോയത്? അദ്ദേഹം തിരക്കും. നിന്റെ അദ്ദേഹം
പൊയ്ക്കോ. ഞാനിപ്പോ പോകാം. പക്ഷേ അവനെ കൊല്ലാൻ ഞാൻ പറ്റില്ല. ഒരുത്തനെ കൊന്ന് 8-10 കൊല്ലം ജയിലിൽ കിടന്നവനാ ഞാൻ. അവിടെ വല്ല സുഖമൊന്നുമില്ലടോ. എന്റെ ഭാര്യയെ അവൻ വെപ്പാട്ടിയായിട്ട് വെച്ചിരിക്കുകയാണ്. അതിനാണോ ഈ കൊലവിളി? ഒരു ഭാര്യയെ വെപ്പാട്ടിയാക്കുന്നതിനേക്കാൾ മോശമല്ലടോ ഒരു വെപ്പാട്ടിയെ ഭാര്യയാക്കുന്നത്. എന്ത് പറ്റി? ഒന്നുമില്ല. മാത്തുക്കുട്ടി ഓടിച്ചിരുന്ന ജീപ്പ് ഒന്ന് പാളി. ഭാഗ്യത്തിന് ആൾക്കൊന്നും പറ്റിയില്ല. നീ എന്ത് കളിയാണ് പിന്നെ അവിടെ വാതിലടച്ചോ നിങ്ങള്? എല്ലാം അടച്ചു എന്റെ അമ്മുക്കുട്ടിയെ. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അവന്റെ കയ്യിൽ വല്ല വാളോ തോക്കോ. അയ്യോ, നിങ്ങൾ അങ്ങനൊന്നും പറയരുതേ. എന്റെ അമ്മയെ ഭഗവതി തൃക്കട്ടൂരമ്മ, അവൻ ഇങ്ങോട്ട് വരുന്നത് മനസ്സ് തോന്നിക്കല്ലേ അമ്മേ. ഒന്ന് കുടിക്കാൻ. വിസ്കി വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം. ഞാൻ പിന്നെ കഴിച്ചോളാം. ബിജുമോൻ എവിടെ? അവൻ അപ്പൻ്റെ കൂടെ ഉറങ്ങുന്നു. നാളെ മുതൽ അവൻ ഈ മുറിയിൽ കിടന്നാൽ മതി. എന്തിനാ? ഇവിടുത്തെ കുടിമഴക്കം കാണാനോ? എന്നെ അടിക്കുന്നതും തൊഴിക്കുന്നതും എന്റെ മോൻ കാണണ്ട. നിന്നെ ഞാൻ വളരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത്. അന്നെ ജീപ്പ് മറിഞ്ഞതല്ല, ശങ്കുണ്ണനാരുടെ മകളോടൊപ്പം കണ്ട എന്നെ വെട്ടിക്കൊല്ലാമെന്ന പട്ടാളക്കാരനെന്ന വർഗീസ് രക്ഷപ്പെടുത്തിയത്. കുട്ടിക്കാലം മുതലേ വർഗീസിനെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. പിന്നീട് നീ കാരണമാണ് അവനോട് എനിക്ക് വൈരാഗ്യം വർദ്ധിച്ചത്. നിന്നെ കണ്ടത് മുതൽ ഞാൻ ഇഷ്ടപ്പെട്ടു, സ്വന്തമാക്കാൻ കൊതിച്ചു. വർഗീസായിരുന്നു തടസ്സം. ഒടുവിൽ നിന്നെ കെട്ടിക്കൊണ്ടുവന്നിട്ടും മനസ്സാലെ നീ ഒരിക്കലും എനിക്ക് വഴങ്ങിയിട്ടില്ലെന്ന് തോന്നി. നിന്നോടുള്ള പക വീട്ടാനാണ് അമ്പജം തൊട്ട് പല വെപ്പാട്ടുകളും തേടി ഞാൻ പോയത്. ഇതൊക്കെ ഇപ്പോഴും എന്നോട് എന്തിനാ പറയുന്നത്? വർഗീസ് ചേട്ടൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന നേരാണ്. എന്ന് മാത്തുക്കുട്ടി എന്റെ കഴുത്തിൽ മിന്നു കിട്ടിയോ അന്നു മുതൽ എനിക്കെല്ലാം നിങ്ങളായിരുന്നു. മാത്തുക്കുട്ടിയെ മനസ്സിലാക്കിയില്ല. പിന്നെ എന്നെ എന്തിനു ദ്രോഹിക്കുന്നു, എന്നെ എന്തിനു വേദനിപ്പിക്കുന്നു? അന്നെ എല്ലാം എന്റെ തെറ്റാണ്. ഇനി ഒരിക്കലും എന്നെ ഞാൻ വേദനിപ്പിക്കില്ല, ഒരിക്കലും.